അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ലബിൻ കണ്ടോ നിങ്ങൾ? എന്തിനാണ് ലബിൻ ഉപയോഗിക്കുന്നത്? ലബിൻ ഉപയോഗിച്ച് നമ്മൾ മതിലുണ്ടാക്കാറുണ്ട്, ചുമര് കെട്ടാറുണ്ട് അല്ലേ? ഇഷ്ടിക, ബ്രിക്സ്, അതിനാണ് എന്ത് പറയുക? ലബിൻ. ലബിൻ. ലഹ്ദുൻ, ലുത്ഫുൻ, ലിസാനുൻ, ജിൽദുൻ. വായിച്ചു തരുന്നത് കൂടെ വായിക്കണം കേട്ടോ. ലഹ്ദുൻ, ലുത്ഫുൻ, ലിസാനുൻ, ജിൽദുൻ. ല, ലു, ലി, ലുൻ, ബൽ. ല, ലു, ലി, ലുൻ, ബൽ. ഓക്കെ. ഇനി ലാമിന് ഫത്ഹ കൊടുത്താൽ ല എന്ന് വായിക്കാൻ പറഞ്ഞു. ഇനി അതിന് ശേഷം ഒരു അലിഫും കൂടെ കൊടുത്താൽ എന്ത് വായിക്കും? യെസ്, ലാ എന്ന് വായിക്കും. ഇത് എഴുതുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഈ ലാമിൽ നിന്ന് ചെറിയൊരു വ്യത്യാസം. രണ്ട് രൂപത്തിൽ എഴുതാം. അതാണ് താഴെ കൊടുത്തിരിക്കുന്നത്. കണ്ടോ? ലാബിസുൻ. ലാ കണ്ടോ? മോഡൽ മാറിയത്. ലാബിസുൻ. ലാഇബുൻ, ബലാഉൻ, ദലാലുൻ. ലാബിസുൻ. ഈ ലാമ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതുമ്പോൾ ലാ എന്നത് ഫുള്ളായിട്ടും ലൈനിൻ്റെ മുകളിൽ എഴുതണം, വരയുടെ മുകളിൽ വരണം കേട്ടോ. വരമയിൽ തട്ടണം, വരൻ്റെ താഴേക്ക് വരരുത്. അപ്പോൾ ഇത് റാ ആയി സംശയിക്കും. ഓക്കെ, ശ്രദ്ധിക്കണം. ലാബിസുൻ, ലാഇബുൻ, ബലാഉൻ, ദലാലുൻ. ഇനി ലാം എഴുതുന്നത് നോക്കിയേ, മുകളിൽ നിന്ന് തുടങ്ങി ഇങ്ങനെ വരണം. ലാ എന്ന് എഴുതുമ്പോഴോ ആദ്യം ഇവിടെ നിന്നാണ് തുടങ്ങുക. ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ വന്ന് നിർത്തി. ലാം എഴുതുന്നത് പോലെ കുറച്ചും കൂടെ വളച്ചിട്ട് ഇവിടെ നിന്ന് തുടങ്ങി ഇങ്ങനെ വന്ന് നിർത്തിയിട്ട് മുകളിൽ നിന്ന് ഇങ്ങനെ ഈ ലാമിൻ്റെ തലയിലേക്ക് തട്ടിക്കുക. ഇതാ ഇങ്ങനെ എഴുതുന്നത് കണ്ടോ? രണ്ട് മോഡൽ ലാ എന്നുണ്ട്. ഓക്കെ, ഇനി നമുക്കിതൊന്ന് വായിച്ച് നോക്കാം. ലിബദുൻ, ത്വലബ, ജഅല, ബദലുൻ. ലിബദുൻ, ത്വലബ, ജഅല, ബദലുൻ. ബിലാദുൻ, ഖുലൂദുൻ, ദലീലുൻ, ആലാഉൻ. ബിലാദുൻ, ഖുലൂദുൻ, ദലീലുൻ, ആലാഉൻ. ഇനി ഇതിൽ ലാം, ലാ, ലാ, ഇത് എല്ലാത്തിനും നമ്മൾ റൗണ്ട് ചെയ്യണം. ലാം, ലാം അലിഫ്. ലാം അലിഫ് രണ്ട് രൂപത്തിൽ എഴുതാം. ഓക്കെ. ബിഖൽബിൻ സലീം ഫസല്ലി ലിറബ്ബിക വൻഹർ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ ഫലാ തഖ്ഹർ ഫലാ തൻഹർ. ഓക്കെ. നെക്സ്റ്റ് കുറച്ച് വേർഡുകൾ ഖുർആനിൽ നിന്ന് ഇവിടെ എടുത്തെഴുതിയിട്ടുണ്ട്. അതൊന്ന് വായിച്ച് നോക്കാം. ബലദൻ, ബിബാബില, ഉസ്ലിഫത്ത്, ഖൽഖൻ, ബലാഉൻ,
ഹലാലൻ ഖലീലൻ ജുലൂദൻ. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും നല്ല കുട്ടികളായിട്ട് വായിച്ച് പഠിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.